ബഹുമാനപ്പെട്ട വികാരിയച്ച, ഹെഡ് മിസ്ട്രസ്, അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിശ്വാസ പരിശീലനത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. മലങ്കര കത്തോലിക്ക സഭ കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. മുമ്പ് 10 ക്ലാസ് വരെയായിരുന്നു ഔപചാരിക വിശ്വാസ പരിശീലന കാലാവധി. പിന്നീട് 12ാം ക്ലാസ് വരെയും ഡിഗ്രി തലത്തിലേക്കും ഉയർത്തി. 12 വർഷത്തെ വിശ്വാസ പരിശീലനം എല്ലാവരും തന്നെ സ്വായത്തമാക്കുന്നുണ്ട്. പിന്നീട് അവരുടെ ജീവിതം സഭയിലും സഭയുടെ അനുഷ്ഠാനങ്ങളിലും തങ്ങളുടെ അനുദിന ജീവിതത്തിലെ അപകാരമാണെന്ന് ആരും തന്നെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. വിശ്വാസ പരിശീലനം കേവലം അറിവിന്റെ തലത്തിലേക്ക് വളരാൻ കുട്ടികളെ സഹായിക്കുന്നു. വിശ്വാസ പരിശീലനം പഠിക്കുമ്പോൾ ദൈവത്തെ കൂടുതൽ അറിയാനും ദൈവവചനം പഠിക്കുവാനും സാധിക്കും. ഒരു വിശ്വാസ പരിശീലന കളരി അതിന്റെ പൂർണ്ണതയിലെത്തുവാൻ 3 ഘടകങ്ങൾ ആവശ്യമാണ്. ഈശോയെ പഠിക്കുക, പഠിച്ചത് ജീവിക്കുക, ജീവിച്ചത് പ്രാവർത്തികമാക്കുക. വിശുദ്ധ ലൂക്ക 19ാം അധ്യായത്തിൽ സക്കേവൂസ് വിശുദ്ധ പരിശീലനത്തിന്റെ 3 ഘടകങ്ങൾ പിന്തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈശോയെ അറിയാൻ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന സക്കേവൂസ് കണ്ടുമുട്ടിയ ഈശോയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അത് തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുകയും അപ്രകാരം തന്റെ ജീവിതം മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്തു. അവിടെയാണ് വിശ്വാസ പരിശീലനത്തിന്റെ പ്രാധാന്യം. വിശ്വാസ പരിശീലനം പഠിക്കുന്നതിനോടൊപ്പം നമുക്ക് കൂടുതൽ അറിവ് നേടാൻ സാധിക്കും. മതബോധനത്തിൽ പഠിക്കുന്ന ഓരോരുത്തരും പിന്തുടരേണ്ടത് ഇത് തന്നെയാണ്. മതബോധന ഉപേക്ഷിക്കുക എന്നാൽ ഒരു കർഷകൻ തന്റെ നിലത്ത് വിത്തുകൾ വിതയ്ക്കാതെ അവിടെ കളകൾ വളരാൻ സമ്മതിക്കുന്നതിന് തുല്യമാണ്. വിശ്വാസ പരിശീലനം സഭയുടെ ചുമതലയും അവകാശവുമാണെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന ശീലങ്ങളായ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ കൂദാശകൾ, വിശുദ്ധ കുർബാന, മറ്റ് പ്രാർത്ഥനകൾ, വിശുദ്ധ കത്തോലിക്ക സഭ എന്നിവയെ കുറിച്ച് ആഴമായ ബോധ്യം നൽകുന്നതാകണം വിശ്വാസ പരിശീലനം. പെന്തിക്കോസ്ത സ്മരണകളിലൂടെ കടന്നു പോകുന്ന ഈ ദിനങ്ങളിൽ നമ്മുടെ ചിന്തയിൽ ഇക്കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.